ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്സായിട്ടേ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. എൻ്റെ വാവക്കൂട്ടിന് കപ്പ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളം വെക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ ഇച്ചിരി കുറച്ച് ബീഫും ഇരിപ്പുണ്ട്, കുറച്ച് കപ്പ ഇരിപ്പുണ്ട്. എന്നാൽ നമുക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് വിചാരിക്കും. എന്നാൽ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ. ഞാൻ കുറച്ച് എളുപ്പപ്പണിയൊക്കെ ആട്ടോ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഉള്ളിയും കറിവേപ്പിലയും കടുകും അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയേച്ചും അതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാവേ. ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കപ്പ ഇടും. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ഞാൻ ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമുക്കൊന്ന് കുറച്ച് ബീഫും കൂടെ ആഡ് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാവേ. എങ്ങനെയുണ്ട്? കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നു അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാവേ. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് എടുക്കാം. അങ്ങനെ ഞങ്ങൾ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? എൻ്റെ വാവക്കുട്ടൻ്റെ അങ്ങനെ ഉള്ളി ഇടുന്നത്, സവോള ഇടുന്നതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ചെറിയ ഉള്ളി മാത്രമാണ് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേ. ഇപ്പം അവനത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ റെഡിയാക്കി കൊടുത്ത. നമ്മളൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. ഹായ്, താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.